പിക്സലിൻ്റെ 9 പ്രോ അതുപോലെ തന്നെ ഫോൾഡബിൾ ആയിട്ടുള്ള പിക്സലിൻ്റെ ഫോൺ റിലീസായിട്ടുണ്ട്. അടുത്ത മാസം ഐഫോൺ ഇറങ്ങും. 2-3 മാസം കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നമ്മുടെ S25 സീരീസ് ഒക്കെ ഇറങ്ങും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലൊന്നും വലിയ അപ്ഡേഷനും കാര്യങ്ങളൊന്നും പറയണ്ടേ. പിന്നെ നമ്മുടെ ഈ 14 Pro Max 15 Pro Max ഐഫോണൊക്കെ ഇറങ്ങിയപ്പോൾ വന്ന പോലത്തെ വലിയ പരിപാടികളൊന്നും 16 Pro Max ഇറങ്ങാൻ പോകുന്നതിൻ്റെ അനുബന്ധിച്ച് സാധനങ്ങളൊന്നും പറഞ്ഞില്ല. അതിൻ്റെ കുറേ ന്യൂസൊക്കെ പറയണത് മറ്റേ AI പരിപാടികൾ മാത്രമേ കാണത്തുള്ളൂ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ലീക്സ് റൂമേഴ്സും വെച്ചിട്ട് നമ്മളങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയാത്തതാണ്. അപ്പോൾ നമുക്ക് പിക്സലിൻ്റെ സാധനം ഇറങ്ങിയ സ്ഥിതിക്ക് അതിനകത്ത് വന്ന കുറച്ച് മാറ്റങ്ങൾ പറയാം. മാറ്റങ്ങളെന്ന് പറയാനായിട്ട് ഒന്നുമില്ല, ഡിസൈനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫോൾഡബിൾ ഫോൺ അത്യാവശ്യം നല്ല ലുക്കിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഗൂഗിൾ പിക്സൽ ഫോൺ എന്ന് പറയുന്നതിനെക്കാട്ടിൽ ജിമിനി ഫോൺ എന്ന് പറയുന്നതാണ് നല്ലത്. മറ്റേ സുസുക്കിയിലെ ജിമിനി അല്ല, ജെമിനി, അതായത് AI ആയിട്ട് പ്രവർത്തിക്കുന്ന വേറൊരു പരിപാടി. മുമ്പത്തെ AI ഫോണുകളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്താലേ AI പ്രവർത്തിക്കുള്ളൂ എന്നൊക്കെ ഉള്ളത്. ഇതിപ്പോൾ നമുക്ക് വോയിസ് അയച്ച് നമുക്ക് അതിൻ്റെ സജഷൻസ് ഒക്കെ ചോദിക്കാം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിടിലായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഐഫോണിൽ ജെമിനി വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. പിക്സൽ 9 എടുക്കണോ 9 Pro എടുക്കണോ എന്ന് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് അതിൽ മാറ്റമുള്ളത്. പ്രൊസസ്സറും കാര്യങ്ങളും ബോഡി സൈസ് കാര്യങ്ങളും ഇതെല്ലാം സെയിമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ മാറ്റമുള്ളൂ. ആ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രോയിലോട്ട് പോയാൽ മതി. ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെലിഫോട്ടോ ക്യാമറയാണ്. നിങ്ങൾക്ക് ടെലിഫോട്ടോ ക്യാമറയിൽ 5x അടിപൊളി പോർട്രേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോയിലോട്ട് പോകാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജും റാമുമാണ്. അപ്പോൾ നമ്മുടെ 9-ലാണെന്നുണ്ടെങ്കിൽ 12 GB 128 256 വേരിയൻ്റാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ സ്റ്റോറേജ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, അതായത് 512 1 TB ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോ എടുക്കേണ്ടി വരും. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് 16 GB റാം കിട്ടും. അത് അത്യാവശ്യം നല്ലതാണ്, ഗെയിമിങ്ങൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഈ ടെൻസറിൻ്റെ ആ ഒരു പ്രൊസസ്സർ മാറ്റാതെ രക്ഷപ്പെടില്ല. കാരണം ഹീറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ഫോണുകൾ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെ ആയിരിക്കും ഹീറ്റിംഗ് വന്നത്. നമുക്ക് യൂസ് ചെയ്യാതെ പറയാൻ പറ്റില്ല. എന്തെങ്കിലും അപ്ഗ്രേഡ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂളിംഗ് സിസ്റ്റം ഒക്കെ നല്ലതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഹീറ്റ് കുറയും. അതെങ്ങനെയാണ് നമുക്ക് എടുത്തതിന് ശേഷം നോക്കാം. അടുത്ത എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ നോക്കുന്ന സമയത്ത് സെയിം 25mm വൈഡ് പറഞ്ഞുണ്ട്. 50 MP ക്യാമറയാണ്. അപ്പുറത്ത് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ അതിനകത്ത് സിംഗിൾ സോണും മൾട്ടി സോൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ സിംഗിൾ സോൺ എന്ന് പറയുന്നത് 9-ൽ പറഞ്ഞതും മൾട്ടി സോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു സംഭവം ഫ്രെയിം സെറ്റ് ചെയ്യണം. ഈ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ വിചാരിച്ച് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരാളാണെന്ന് വെച്ചു, ആളെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ആൾ സൈഡിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോണ് 9 ആണെങ്കിൽ ആ ആളുടെ ഫോക്കസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഈ സൈഡിൽ നിൽക്കുന്ന ആളെ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മെയിനായിട്ട് ക്യാമറ നമ്മുടെ ആ ഒരു സംഭവം നോക്കുന്നത് നേരെ സ്ട്രെയിറ്റ് ഭാഗത്ത് നിൽക്കുന്ന അതിനെയായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ സിംഗിൾ സോണിനെക്കാളും ഈ മൾട്ടി സോണുള്ള സാധനത്തിനകത്ത് കൂടുതലായിട്ടും ആ ഒരു ഒബ്ജക്റ്റ് ഫോക്കസ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് ടക്കനെ ഫോക്കസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോ സീരീസ് എടുക്കേണ്ടി വരും. പിന്നെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോ സീരീസും നോൺ പ്രോ സീരീസിൻ്റെ പണിയെ എടുക്കത്തുള്ളൂ എന്നാണ് കമ്പനി പറയണത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനത്തെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോ സീരീസിലോട്ട് പോകാം. പിന്നെ ക്യാമറയിലായാലും പറഞ്ഞല്ലോ 48 MP ആ ഒരു ടെലിഫോട്ടോയും പറഞ്ഞത്. 48 MP എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ആയിരിക്കും. ഇവിടെ പോർട്രേറ്റ് ഒക്കെ നല്ല ജില്ലനെ നിൽക്കും. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിലോട്ട് വരുമ്പം 8Kയിൽ നിങ്ങൾക്ക് 30 FPS വരെ നിങ്ങൾക്ക് പ്രോയിൽ എടുക്കാൻ പറ്റും. 8Kയിലൊക്കെ ഇപ്പോൾ ആരെടുക്കണേന്ന് അറിഞ്ഞൂടാ. നമ്മുടെ മറ്റേ റെഡിൻ്റെ ക്യാമറയിൽ മറ്റേ ഇന്നേക്ക് ഒരു കൂടി അവരെടുക്കണത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ 8K വീഡിയോ ഒന്നും ആരും യൂട്യൂബിലിരുന്ന ഞാൻ കണ്ടിട്ടില്ലടേ. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഇതെടുക്കാം. അതുപോലെ തന്നെ 9 Proയിൽ അൾട്രാ HDR വീഡിയോയും കൂടെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 9-ലാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഒന്നും നടക്കില്ല. പിന്നെ സെൽഫി ക്യാമറ വരുമ്പോൾ 10 MP നോൺ പ്രോയിലും 48 MP പ്രോ സീരീസിലും വരും. അതുപോലെ തന്നെ 20mm ആണ് നോൺ പ്രോയിൽ പറഞ്ഞെങ്കിൽ 17mm വൈഡ് നമുക്ക് പ്രോയിൽ കിട്ടും. കൂട്ടത്തോടെ സെൽഫി ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോ സീരീസ് ചൂസ് ചെയ്യാം. പിന്നെ വീഡിയോ റെക്കോർഡിങ് രണ്ടും സെയിം തന്നെയാണ്. നമുക്ക് 60, 30, 4K റെക്കോർഡ് ചെയ്യാം. പിന്നെ മറ്റേ 24 പരിപാടിയൊന്നുമില്ല. ഫ്രണ്ടൊക്കെ 24 ഒന്നും ആരും എടുക്കൂലേ. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ 4Kയിൽ 30, 60, 24 മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. 120 അതായത് സ്ലോ മോഷൻ ഒന്നും നിങ്ങൾക്ക് 4Kയിൽ എടുക്കാൻ പറ്റത്തില്ല. 1080p മാത്രമേ 120ഉം 240 രണ്ടിലും എടുക്കാൻ പറ്റുള്ളൂ. ഈ 2024 തീരാറാകുമ്പോഴും ഇനിയെങ്കിലും 4Kയിൽ 240 120 കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സാംസങ് S24 അൾട്രയിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം അതിനെ 4Kയിൽ 120 FPS ആക്കാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. അതുപോലത്തെ സംഭവമൊക്കെ കൊണ്ടുവരാമായിരുന്നു. പിന്നെ നമുക്ക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രോ സീരീസിൽ തെർമോമീറ്റർ സംഭവമുണ്ട്. അതായത് നമ്മുടെ ഫിംഗറിന്റെ ആ ഒരു
ഹീറ്റ് കാര്യങ്ങൾ, ഫിംഗറിലുണ്ടാവുന്ന ഹീറ്റ് കാര്യങ്ങൾ എത്രയാണെന്നത് സെൻസ് ചെയ്ത് നമ്മളെ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്നത് പറയും. അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്ന് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ രണ്ടിലും വരണമെന്ന് പറഞ്ഞാൽ 7 ഇയറിൻ്റെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. ഓരോ വർഷമാണ് സോഫ്റ്റ്വെയർ മേജർ അപ്ഡേറ്റ് പറഞ്ഞത്. ഇനി ഗൂഗിൾ ഒരു വർഷം 2 വെച്ച് തരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 7 വർഷമൊക്കെ ആരുടെ ഇതൊക്കെ യൂസ് ചെയ്യണത്? ഒരു റെഫ്യൂസ് പരിപാടിക്കാണ് പ്രോ സീരീസ് ഒക്കെ എടുക്കുന്നത്. അങ്ങനെ പ്രോ സീരീസ് എടുത്താലും ഒരു 2 കൊല്ലത്തിൽ അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെ മാന്യമായിട്ടുള്ള റീസെയിൽ വാല്യൂയും കിട്ടും. അടുത്ത സാധനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 7 വർഷമൊക്കെ യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പം ഒരു 25 രൂപയിലെ ഫോണൊക്കെ എടുത്തിട്ട് 4-5 കൊല്ലം യൂസ് ചെയ്യണവരുണ്ട്. ബട്ട് എപ്പോഴും ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 2 കൊല്ലം ആകുമ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണോടെ. കുറച്ച് പൈസ നിങ്ങളെ കയ്യിൽ നിന്ന് കൂടുതലാവത്തുള്ളൂ അടുത്ത സാധനം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചാർജിങ്ങിലാണ്. അതായത് ബാറ്ററിയൊക്കെ 2 സെയിം ആണ്. പിന്നെ ചാർജിങ്ങിൽ എന്ന് പറഞ്ഞാൽ 27 വാട്ടാണ് ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് പറഞ്ഞത്. അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രോ സീരീസിൽ വയർലെസ്സിൽ നമുക്ക് ഈ 21 വാട്ടിൽ ചാർജ് ചെയ്യാൻ പറ്റും. നോൺ പ്രോയിലാണെങ്കിൽ 15 വാട്ടിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ എല്ലാ കാറുകളിലും നമ്മുടെ ഡാഷിന് തൊട്ട് താഴെ തന്നെ വയർലെസ് ചാർജിങ് സെറ്റപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചാർജ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പതുക്കെ ചാർജ് കയറത്തുള്ളൂ. അതാണ് ആ ഒരു ഫീച്ചറിന്റെ ഉപയോഗം. പിന്നെ ഈ രണ്ടിലും 12 വാട്ടിലെ റിവേഴ്സ് ചാർജിങ് നടക്കത്തുള്ളൂ. ഞാൻ റിവേഴ്സ് ചാർജിങ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യണമല്ല. ഞാനിപ്പോൾ എൻ്റെ പ്രൈമറി ഡിവൈസ് 1 വർഷം ആയതിൽ പോലും ഞാൻ 1 പ്രാവശ്യം റിവേഴ്സ് ചാർജ് ചെയ്തിട്ടുള്ളൂ. അന്നത്തോടെ ഞാൻ പരിപാടി നിർത്തിയിട്ടുണ്ട്. കാരണം ഭയങ്കര ഹീറ്റിംഗ് ആയിരിക്കും നമ്മൾ റിവേഴ്സ് ചാർജ് ചെയ്യണത്. ഭയങ്കര ഹീറ്റിംഗ് ആയിരിക്കും ഏതാണെങ്കിലും. പിന്നെ രണ്ടും PD ചാർജിങ് സപ്പോർട്ടാണ്. 50% ചാർജ് ആവാൻ അരമണിക്കൂറാണ് ഇവർ പറയണത്. അതൊക്കെ നമുക്ക് ഫോൺ എടുത്തതിന് ശേഷം ചാർജിങ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവർ പറയണതൊക്കെ കറക്റ്റാണോ നോക്കണ്ടേടെ. പിന്നെ മെയിൻ കാര്യം ഇവന്മാരുടെ AI ഫീച്ചർ തന്നെയാണ്. ആ ഒരു അപ്ഡേറ്റഡ് ജെമിനി പരിപാടി അതൊക്കെ നൈസ് തന്നെയാണ്. നമുക്കിപ്പം ഒരു സാധനം സർക്കിൾ ചെയ്ത്, അതായത് ഇപ്പം കഴിഞ്ഞ മുമ്പത്തെ പഴയ പിക്സൽ ഫോണുകളൊക്കെ നമുക്ക് സിംഗിൾ സാധനം സെർച്ച് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ ഇതിൽ മൾട്ടി സാധനങ്ങൾ നമുക്ക് റൗണ്ട് ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരടുത്ത് ചോദിക്കാൻ പറ്റും. ഇവരെ നമുക്ക് പറഞ്ഞു തരും. ഇപ്പം നമുക്ക് കുക്കിങ്ങിനാണെങ്കിൽ പോലും ഇത് വെച്ചിട്ട് ഓണിയൻ ടൊമാറ്റോ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഇത് വെച്ച് എന്തുണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് വെച്ച് ഉണ്ടാക്കാൻ പറഞ്ഞ ഡിഷസ് കാര്യങ്ങളൊക്കെ വരും. ഇന്ത്യൻ സാധനങ്ങൾ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിവിടുത്തെ മറ്റേ ബട്ടർ ചിക്കൻ ആ പരിപാടിയൊക്കെ അതിന് കാണിച്ചു തരാൻ അറിയാമോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും അതൊക്കെ വരണമെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ സമയം കളയാനായിട്ട് അതൊക്കെ ഭയങ്കര പരിപാടി നല്ലതാണ്. പിന്നെ ഇതിൽ ഏറ്റവും കിടിലം ഫീച്ചറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആഡ്മി എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. ഈ ആഡ്മി എന്നൊരു ഫീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരു 4-5 പേരൊക്കെ ഉണ്ടെങ്കിൽ സെൽഫി എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു 10-15 പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ എടുക്കുന്ന ആൾ എപ്പോഴും മിസ്സിങ് ആയിരിക്കും. അല്ലെങ്കിൽ മറ്റേ താഴെ കമൻറ്റ് ഈ ഫോട്ടോ എടുത്തത് ഞാനാണ്, ഈ ഫോട്ടോയിൽ ഞാനുണ്ട്, പണ്ടൊക്കെ ട്രെൻഡിങ് ആയ സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ സംഭവം ഇനി വേണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാൾ ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് വേറെ തേർഡ് പാർട്ടി നമുക്ക് ഫോട്ടോ എടുത്തുതരാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 5 പേരെ നിങ്ങളൊരു ഫോട്ടോ എടുക്കുക. 5 അല്ല എത്ര വേണോ എടുക്കുകയാണെ. ഒരു 5 പേര് നിങ്ങളെ കൂടെ കൂട്ടി 6 പേര് പോവുകയാണ്. ഈ 5 പേരെ പിടിച്ച് നിർത്തി ഫോട്ടോ നിങ്ങൾ എടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരാളെ ഇങ്ങനെ വിളിച്ച് നിർത്തിയതിന് ശേഷം ഈ ഫോൺ അവൻ്റെ കൈ കൊടുത്തിട്ട് ക്യാമറ ഷോട്ട് നിങ്ങളിപ്പം ഫോട്ടോ എടുക്കാൻ പറയുന്നു. നിങ്ങൾ പോയി അവിടെ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 പേരെയും കിട്ടും. അതായത് ഈ ഫോട്ടോ എടുത്തവനെയും കിട്ടും, ഈ ഫോട്ടോയിൽ നിന്നവനെയും കിട്ടും, എല്ലാവരെയും കിട്ടും. അതൊരു അടിപൊളി ഫീച്ചറായിട്ട് തോന്നി. ഫോട്ടോ എല്ലാ ഗ്രൂപ്പിലും കയറണമെന്നുള്ളതുമായിരിക്കും ആ ഒരു സാധനം കിട്ടും. പിന്നെ കഴിഞ്ഞ പിക്സൽ ഫോണുകളിലുള്ള സംഭവം തന്നെ ബെസ്റ്റ് ടെക് എന്ന് പറഞ്ഞ സാധനം. അതാണെങ്കിൽ നമ്മൾ കണ്ണടച്ചോ ചിരിച്ചോ നാക്ക് തല്ലിയൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു ഒരു ലൈവ് ഫോട്ടോയിൽ നമ്മളിപ്പോൾ ഒരു 3 സെക്കൻഡിനകത്ത് വെച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇരുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് ഫോട്ടോ എടുക്കുമ്പോഴേക്കും ചിലർ ഇങ്ങനെയൊക്കെ കൈ വയ്ക്കണത്, അങ്ങനെ കുറച്ച് പേര് എനിക്ക് അറിയാം. നമ്മൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യേണ്ടിയും വരും, മനസ്സിലായി. അപ്പോൾ നമ്മൾ നല്ലതായിട്ടിരിക്കും, അവർ മോശമായിട്ടിരിക്കും. അവരെടാ ഞാൻ കൊള്ളൂലടാ എന്ന് പറയുമ്പോൾ അത് ഡിലീറ്റ് ആക്കുമല്ലോ. അപ്പോൾ ആ സാധനം വേണ്ട. അപ്പോൾ അവർ മോശമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവരെ മാത്രം നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ അപ്ഗ്രേഡഡ് റിമൂവ് ഫീച്ചർ, അതായത് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒബ്ജക്റ്റ് റിമൂവ് ഉണ്ടല്ലോ, അപ്പോൾ അതിനേക്കാളും കിട്ടില്ലമായിരിക്കും. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒക്കെ പക്കയാണ്, അറിയാം യൗമാര തന്നെയാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ആ AI വെച്ച് ചെയ്യണതൊക്കെ പക്കയാണ്. ബട്ട് ഫോട്ടോസ് അത്രയും കിടിലായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഈ ഒരു പിക്സലിൻ്റെ സാധനത്തിൽ പറഞ്ഞ ഒബ്ജക്റ്റ് റിമൂവ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല് സാധനമാണ്. പിന്നെ ഒബ്ജക്റ്റിനെ നമുക്ക് ക്ലോസപ്പിൽ കൊണ്ടുവരും. ഇപ്പം ബാക്കിൽ കിടക്കുന്ന സാധനത്തിനെ ക്ലോസപ്പ് ആയിട്ട് കൊണ്ടുവന്ന് നമ്മൾ അടുത്ത് നിർത്താം. അങ്ങനത്തെ പരിപാടി. ഇപ്പം നമ്മളിനെ ചെറുതാക്കി വെക്കാം. അങ്ങനത്തെ പരിപാടി കുറേ ഇതിനകത്ത് നടക്കണമുണ്ട്. അതൊക്കെ അടിപൊളി ഫീച്ചറാണ് കേട്ടോ. പിന്നെ ഓട്ടോ ഫ്രെയിമിംഗ് എന്നുള്ള സാധനമുണ്ട്. ഇപ്പം നമ്മൾ പോർട്രേറ്റിലാണ് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് പോർട്രേറ്റിലൊരു ഫോട്ടോ എടുത്തെന്ന് വെച്ചാൽ തംബ്നെയിലായിട്ട് എനിക്ക് ആ ഫോട്ടോ തംബ്നെയിലിന് 16:9 ആക്കാം. ഇപ്പം 9:16 എടുക്കുന്ന സാധനം 16:9 ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 സൈഡിലും അവന്മാർ അതേ സംഭവമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി നമുക്കൊരു 16:9 ഫോട്ടോ ആയിട്ട് തരും. അതും അടിപൊളി ഫീച്ചറാണ്. അങ്ങനത്തെ കോണ്ടന്റ് ക്രിയേഷൻ ആയിട്ടുള്ള നടക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ഉപയോഗം വരും. പിന്നെ വീഡിയോയിൽ 20x സൂം അടിപൊളിയായിട്ട് കിട്ടും. ഫോക്കസും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും അതിൽ. അങ്ങനത്തെ കുറച്ച് AI ഫീച്ചറാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കണം. അപ്പം മെയിനായിട്ട് വേറെ ഒന്നുമില്ല, AI പരിപാടികളാണ് ഇതിനകത്ത് കൂടുതലും വന്നേക്കുന്നത്. ഇനി സ്മാർട്ട് ഫോണുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാന്നുള്ളേ ഉള്ളൂ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ആയി. അപ്പം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ടോ, നിങ്ങളിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യണ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു അപ്ഗ്രേഡിലൂടെ തന്നെ ഇതിലൊക്കെ വരാമല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചുമ്മാ പൈസ കൊടുത്തൊന്നും എടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കണ്ടതിൽ മനസ്സിലായതും കണ്ടതിൽ എടുത്ത് പറയാനായിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളും.
അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്യാമറ ഡീറ്റെയിൽസ് ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്, നമുക്കത് ചെയ്യാം. അതുപോലെ തന്നെ അപ്കമിങ് 16 സീരീസിൽ, അതായത് ഐഫോണിലെ 16 സീരീസിൽ സ്പെഷ്യൽ വീഡിയോ മാത്രമാണ് ഉള്ളതെന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ അതിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് നല്ലതെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്കത് നോക്കാം എന്താണെന്നത് ഉണ്ടോ ഇല്ലയെന്ന്. അതുപോലെ തന്നെ S25 സീരീസ് വരുമ്പോൾ S24 സീരീസ് ആൾക്കാർ മറക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ശരി ഗൈസ്, ബൈ.